ഞാൻ ജംഗ്ഷനിൽ നിൽക്കുന്ന സമയത്ത് അവനോട് പോകുന്നതാണ്. വേറെ വല്ല വഴിക്ക് പോയിട്ടുണ്ടാവും. അവന്റെ സ്ഥിരം വരണല്ലേ എന്താടാ അതിന്റെ കൈയും കാലും? ഞാൻ പറയാൻ വേണ്ടി വരുവായിരുന്നു. അറിയോ, നമ്മൾ ഈ എതിർ പാർട്ടിയൊക്കെ ആണെങ്കിലും വ്യക്തിപരമായിട്ട് വിരോധമൊന്നും ആർക്കും അല്ല. നിന്റെ കയ്യിലും കാലിലൊക്കെ ഒന്നും കുഴപ്പമില്ല. ഇപ്പൊ എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഞാൻ നടന്നു തന്നെ നിങ്ങൾ കണ്ടതല്ലേ. അല്ല പിന്നെ കുറച്ച് ദിവസം ഈ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടായിരുന്നല്ലോ, അത് എന്തിന്റെ ആയിരുന്നു? കയ്യില് കാലിലൊക്കെ പ്ലാസ്റ്റർ ഇട്ടിട്ട് കുറച്ച് ദിവസം നടന്നില്ലേ, അത് എന്തിന്റെ ആയിരുന്നു? പ്ലാസ്റ്റർ ഇട്ട് നാടകം കളിക്കാൻ നിൽക്കരുത്. നിനക്ക് ഇട്ടിട്ടും വേണ്ട. വാട്സാപ്പിൽ നീ സൊസൈറ്റിയിലെ മെമ്പർമാർക്ക് മുഴുവൻ അയച്ചു കൊടുത്തില്ലേ നിന്റെ കയ്യിലും കാലിലൊക്കെ പ്ലാസ്റ്റർ ഇട്ടിട്ട്? അതെങ്ങനെ സംഭവിച്ചു പറയാം ഞങ്ങളോട്. കേക്കട്ടെ, പറയടാണ്. ഉപദ്രവിക്കരുത്. മര്യാദക്ക് ഈ സത്യം പറഞ്ഞിട്ട് ജോസൂട്ടി എപ്പോഴാണ് നിന്നെ അടിച്ചത്? ജോസൂട്ടി അടിച്ചില്ല. ഈ ജോസൂട്ടി അടിച്ചതാണ് നീ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ജോസൂട്ടി ചേട്ടാ ഉപദ്രവിക്കരുത്. ഈ മര്യാദക്കുള്ള സത്യം പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ അതിനെ കൊല്ലും. എന്താന്നറിയോ? പേടിപ്പിക്കല്ലേ? പറഞ്ഞോ, സത്യം പറഞ്ഞോ. അത് എന്റെ അണികളെല്ലാരും പറഞ്ഞ് ഇങ്ങനെ ഒരു കശുശി ഉണ്ടായല്ലോ. നിനക്ക് പറയാനത് അത്ര വലിയ പാട്? പറയാം, എന്നെ പേടിപ്പിക്കല്ലേ. അതായത് ഇങ്ങനെ കൈയും കാലം കെട്ടി പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിരുന്നെങ്കിൽ നമുക്ക് സഹകാരികളുടെ അടുത്ത് ഒരു സഹതാപം കിട്ടിയാലേ കൂടുതൽ കിട്ടും അല്ലേ? അതിപ്പോ മര്യാദക്ക് അങ്ങോട്ട് പറഞ്ഞു. ഇതാണ് ഉണ്ടായത്. ഒരു കാര്യം ചെയ്യും, ജോസൂട്ടി നിന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് നീയും നിന്റെ കൂട്ടാളികളൊക്കെ പാടെ കൂടി ചെയ്തിട്ടുള്ള ഒരു നാടകമാണ്. ജോസൂട്ടി നിരപരാധിയാണെന്നുള്ള കാര്യം അവിടെ പറഞ്ഞു. അത് ഷൂട്ട് ഇടിക്കരുത്. ഇടിക്കില്ല. മാന്യ സഹകാരികളെ, അറിയാതെ പറയും ഞങ്ങള് പേടിപ്പിച്ചിട്ടാന്ന്. ഞങ്ങൾ നിന്നെ വല്ലതും ചെയ്താ? ഇല്ല, ഒന്നും ചെയ്തില്ല. പിന്നെ എന്താ നീ കരയണത്? ചിരിച്ചിട്ട് പറ. നല്ല ഇതില് വ്യക്തമായിട്ട് പറയണം. എന്റെ തെറ്റ് പറ്റിയതാണ്, എന്റെ അണികൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. തുറന്നു പറ, സത്യം പറ. മാന്യ സഹകാരികളെ, ജോസൂട്ടി ഇക്കാര്യത്തിൽ നിരപരാധിയാണ്. അദ്ദേഹം എന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ടായ ഒരു പാകപ്പിഴയോ ഫ്രോഡ് പണിയോ ആണ്. ദയവായി നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഈ വിഷയത്തിൽ ജോസൂട്ടി നിരപരാധിയാണ്. നന്ദി, നമസ്കാരം. ബഹുമാന്യരായ സഹകാരികളെ, ഞാൻ ആക്രമിച്ച് അപകടാവസ്ഥയിലാക്കിയ ഗോപിയാണ് ഈ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വോയിസാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ നാളെ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളാണ്. ഇതുപോലുള്ള കള്ളനാണയങ്ങളെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്നും തൂത്തെറിഞ്ഞുകൊണ്ട് മുഴുവൻ സമയവും നിങ്ങളോടൊപ്പം നിൽക്കുന്ന എന്നെ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു എന്ന് നിങ്ങളുടെ സ്വന്തം ജോസൂട്ടി.